എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർജിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് ഫോർജിനെ പറ്റിയിട്ട് ധാരണ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എന്താക്കാം, ഫോർജിൽ എങ്ങനെ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ഫോർജിൻ്റെ ഇതാണ് forge.laravel.com എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 4 ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 4 ഡീറ്റെയിൽസ് ഇവിടെ നമുക്കൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഷാർപ്പി ഇമെയിൽ നമുക്ക് തൽക്കാലം ടെമ്പററി യൂസ് ചെയ്യാം. ടെമ്പററി ഇമെയിൽ. സെക്കൻഡ്, ഇമെയിൽ ഒന്ന് ലോഡ് ആയിക്കോട്ടെ. ഓക്കെ, ഈ ഇമെയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. പാസ്വേഡ് നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ്. നമുക്കിത് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ പാസ്വേഡ് ഒന്ന് എടുത്ത് വെച്ചോട്ടെ, ഡീറ്റെയിൽസൊക്കെ ഒന്ന് എടുത്ത് വെച്ചോട്ടെ. ഇൻ കേസ് ഇത് ലോഗൗട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എടുത്ത് നോക്കട്ടെ. കൺഫേം പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യണം. ഐ അഗ്രി കൊടുക്കുക, രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ വെരിഫൈ ഒരു ഇമെയിൽ അഡ്രസ്സ് വരും, നമുക്കത് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, അതാ ലാറവലിൻ്റെ ഇമെയിൽ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഇമെയിലിൽ വെരിഫിക്കേഷൻ്റെ ലിങ്ക് ഉണ്ടാവും. സോ ആ വെരിഫൈ ക്ലിക്ക് ചെയ്യാം. വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ മിക്കവാറും കണ്ടില്ല, നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്കാണ് വരിക. ലാറവലിൽ ഫസ്റ്റ് തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർജ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്. അതായത് നമ്മളുടെ സോഴ്സ് കൺട്രോൾ, അതായത് ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി, വാട്ടെവർ റെപ്പോസിറ്ററി, ഗിറ്റ് റെപ്പോസിറ്ററിയിൽ നിന്നും ഇതിലേക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരുന്ന സംഭവം എന്ന് പറയുന്നതാണ് സോഴ്സ് കൺട്രോൾ. എവിടെ നിന്നാണ് ഞങ്ങൾക്ക് കോഡ് തരിക എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ കണക്ട് ടു ഗിറ്റ് ഹബ് എന്ന് പറയുന്ന സംഭവം ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണക്ട് ടു ഗിറ്റ് ലാബ് ഉണ്ട്, കണക്ട് ടു ബിഗ് ബക്കറ്റ് ഉണ്ട്. 3 പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി അതല്ല കസ്റ്റം ഗിറ്റ് പ്രൊവൈഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമായിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ്, അതുണ്ടല്ലേ, സർവീസ് പ്രൊവൈഡേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ പ്രൊഡക്ഷൻ സെർവേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതായത് ലാറവൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഫോർജ് സപ്പോർട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ഓഷൻ, അക്കമായി, അതേപോലെ AWS, വൾച്ചർ, പിന്നെ ലിനോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമായിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിറ്റ് ഹബ് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഗിറ്റ് ഹബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇമെയിൽ അഡ്രസ്സിൽ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ അഡ്രസ്സിലകത്ത് നമുക്കൊരു ഗിറ്റ് ഹബിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗിറ്റ് ഹബിൽ പോവാം. എൻ്റർ യുവർ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒരു ബ്ലോക്ക് ചെയ്യുമെന്ന് അറിയില്ല, ഇങ്ങനത്തെ ഇമെയിൽ, ടെമ്പററി ഇമെയിൽ ഇവർ ബ്ലോക്ക് ചെയ്യും മിക്കവാറും. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് കോപ്പി എടുത്തു. പാസ്വേഡ് യൂസർ നെയിം എന്തപ്പോൾ കൊടുക്കാം, ലാറവൽ ഫോർജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇന്ത്യ, റിസീവ് വേണ്ട. യൂസർ നെയിം ലാറവൽ ഫോർജ് ഈസ് നോട്ട് അവൈലബിൾ, ഫോർജ്. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. യൂട്യൂബ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. ഒരു ബിഗ് ബക്കറ്റ്, ഗിറ്റ് ഹബ്, ഇങ്ങനത്തെ ഇമെയിൽ സപ്പോർട്ട് ചെയ്യുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാം. ജിമെയിൽ എങ്ങാനും പുതിയൊരു ഇമെയിൽ വരട്ടെ, വർക്കിംഗ് ആയിട്ട് വരട്ടെ. ഒരു വെരിഫൈ ചെയ്ത് കഴിയട്ടെ. നമുക്ക് പുതിയൊരു ലാറവലിൻ്റെ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ലാറവലിൻ്റെ 12 ആയിക്കോട്ടെ. ലാറവൽ ന്യൂ എക്സാമ്പിൾ ആപ്പ്, ഫോർജ് ഡെമോ. ഓക്കെ, ഞാൻ എൻ്റെ ടെർമിനൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊജക്റ്റ് റൂട്ടിലേക്ക് ഫോർജ് ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള വിച്ച് സ്റ്റാർട്ടർ കിറ്റ് വുഡ് യു ലൈക്ക് ടു ഇൻസ്റ്റാൾ. ഒന്നും വേണ്ട, സ്റ്റാർട്ടർ കിറ്റ് ഒന്നും വേണ്ട, ഡൗൺലോഡ് ആവട്ടെ. അവിടെ എന്തായി, ഇല്ല. SQL ആയിട്ട് MySQL നമുക്ക് ഡാറ്റാബേസ് MySQL ഇരിക്കട്ടെ.
ഡിഫോൾട്ട് ഡാറ്റാബേസ് അപ്ഡേറ്റ് വുഡ് യു ലൈക്ക് ടു റൺ ദ ഡിഫോൾട്ട് ഡാറ്റാബേസ് മൈഗ്രേഷൻസ്? യെസ്. ഇല്ല, അത് കയറില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല. NPM ആൻഡ് വേണ്ട. ഓക്കെ, ഡൗൺലോഡായി. അപ്പോൾ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് എന്താ? ഫോർജ്. പസിൽ പിന്നെയും ഇടങ്ങാറാക്കാണല്ലോ. 3 സബ്മിറ്റ് കറക്റ്റ്. എന്തായാലും ലാറവലിൻ്റെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയേക്കാം. ഇൻ കേസ് ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ പേഴ്സണൽ തന്നെ യൂസ് ചെയ്യാം. .test എന്ന് അടിച്ചു നോക്കട്ടെ. ഓക്കെ, ലാറവലിൽ ലോഡ് ആകുന്നുണ്ട്. MySQL ഡാറ്റാബേസിൻ്റെ കണക്ഷൻ റെഡി ആയിട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും GitHub എൻ്റെ പേഴ്സണൽ ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. അതുമല്ലേ ഓക്കെ. എൻ്റെ ഗിറ്റ്ഹബ് പ്രൊജക്റ്റ് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ഞാൻ എൻ്റെ പേഴ്സണലിലേക്ക് ഇപ്പം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പുതിയൊരു ഗിറ്റ്ഹബിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ആക്കാം. ലാറവൽ ഫോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. ഓക്കെ, സോ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാറവലിലൂടെ റൺ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഡാറ്റാബേസ് ഒന്ന് പ്രോപ്പറായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തു, ലോഗിൻ ചെയ്തു. ഇവിടെ നമുക്ക് പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഫോർജ് ഡെമോ ക്രിയേറ്റ്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. പ്രൊജക്ട്സിൽ ഫോർജ് ഡെമോ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ അകത്ത് ENVയിൽ വന്നിട്ട് നമുക്ക് വലുതാക്കി വെക്കാം. ഇവിടെ ഡാറ്റാബേസ് അവിടെ MySQL കണക്ഷൻ ഇതൊക്കെ കറക്റ്റാണ്. ഫോർജ് ഡെമോ പാസ്വേഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കി വെക്കാം. റിഫ്രഷ്. ഓക്കെ, അൺനോൺ ഡാറ്റാബേസ് ആണ്. സോ ഇവിടെ നമുക്ക് മൈഗ്രേഷൻസ് റൺ ചെയ്യണം. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന മൈഗ്രേഷൻസ് ഇവിടെ ഉണ്ടാവില്ല. പീസ് പേഴ്സൺ മൈഗ്രേറ്റ് കൊടുക്കാം. ഫോർജ് ഡെമോ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തെറ്റിപ്പോയി. ഫോർജ് -ഡെമോ എന്നാണ് നമ്മൾ കൊടുത്തത്. ഫോർജ് -ഡെമോ കൊടുത്തു. സ്കിപ്പ് ചെയ്യാം, ഒന്നുകൂടി മൈഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, മൈഗ്രേഷൻ റണ്ണായി. ഇനി നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ലാറവൽ വന്നു. ഓക്കെ, ലാറവൽ കറക്റ്റായിട്ട് എന്തായിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് അതിനെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർജിൻ്റെ അക്കൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, നമ്മുടെ ഗിറ്റ്ഹബ് അക്കൗണ്ടിനെ ഈ ഫോർജിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കണക്ട് ടു ഗിറ്റ്ഹബ് കൊടുക്കാം. കണക്ട് ടു ഗിറ്റ്ഹബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിപ്പോയി ഇല്ലല്ലോ, നേരെ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അത് വെയിറ്റ് ചെയ്യും. നമുക്ക് നേരെ മൈ അക്കൗണ്ടിലേക്ക് പോവാം. സെർവർ പ്രൊവൈഡേഴ്സ് സോഴ്സ് കൺട്രോളിലേക്ക് പോയിട്ട് അവിടെ ഗിറ്റ്ഹബ് ഉണ്ടോ, എൻ്റെ ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ബ്രൗസറിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്തിരിക്കുന്ന ഗിറ്റ്ഹബ് അക്കൗണ്ട് അവർ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഗിറ്റ്ഹബിൻ്റെ അകത്ത് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് എന്താക്കാം, ഇപ്പോൾ ഇതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സെർവർ പ്രൊവൈഡേഴ്സാണ് നമുക്ക് ആക്ച്വലി ഇതിൽ ഏതെങ്കിലും ഒരു സെർവർ പ്രൊവൈഡറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഡിജിറ്റൽ ഓഷനാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഡിജിറ്റൽ ഓഷനാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിജിറ്റൽ ഓഷനിൽ നമുക്കൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സൈനപ്പ് വിത്ത് ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുത്ത് നോക്കാം. അയ്യോ, അത് പോയോ? ഇല്ല, ഇവിടെ പാസ്വേഡ് സൈനപ്പ്. എനിക്ക് അവർ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. അവർ ക്യാപ്ച വെരിഫിക്കേഷൻ ഉണ്ട്, നോക്കട്ടെ എന്താവുന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ,
ഇമെയിൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ലാറവലിൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. നമുക്കൊന്നുകൂടി സൈനപ്പ് ചെയ്യാം. അതിൽ ജിഷാദ് പി കൊടുക്കുന്നു. ഇമെയിൽ അഡ്രസ്സ് ഇതാണ് നമ്മുടെ ലാറവൽ ഡെവലപ്പർ നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ഇമെയിൽ അഡ്രസ്സാണത്. നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാം. ഇത് സമ്മതിക്കുമോ നോക്കാം നമുക്ക്. ഓക്കെ, വെൽക്കം പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇമെയിൽ വെരിഫിക്കേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഒന്ന് ഇവിടുന്ന് ഡാഷ്ബോർഡിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, റോള് ഡെവലപ്പർ API ജസ്റ്റ് മീ സബ്മിറ്റ് കൊടുക്കുക. ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. ഇതാണ് എക്സ്പ്ലോർ കൺട്രോൾ. ഇവിടെ കണ്ടില്ല, എക്സ്പ്ലോർ അവർ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്യുക. ഈ വെൽക്കം പേജ് ഒന്നും നോക്കണ്ട, പോട്ടെ. നമുക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ട് മാത്രം മതി ഡിജിറ്റലോഷനിൽ, വേറെ ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഇതാണ് ഡിജിറ്റലോഷൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫോർജിലേക്ക് വരിക. ഫോർജിലേക്ക് വന്നിട്ട് ഡിജിറ്റലോഷൻ അക്കൗണ്ട് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ഉണ്ടല്ലോ. ഇവിടെ ലോഗിൻ വിത്ത് ഡിജിറ്റലോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിജിറ്റലോഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോൾ AWS ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ IAM യൂസറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് കണക്റ്റ് ആയി കിട്ടും. അപ്പോൾ അതിൻ്റെ ഇവിടെ ഉണ്ട് ഡാഷ്ബോർഡിൽ, ഇവിടെ അവരുടെ ഡോക്യുമെൻറ്റേഷനിലുണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി ഈസി ഡിജിറ്റലോഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈസിയും. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് AWSനെക്കാട്ടി നല്ലതായിട്ട് തോന്നിയതിൽ ഡിജിറ്റലോഷനാണ്. അപ്പോൾ ചെറിയ പ്രൊജക്ട്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഡിജിറ്റലോഷനാണ്. അതിൽ ഒരു മന്ത്ലി പ്ലാൻ ഇപ്പോൾ $4 മുതലുള്ള സെർവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഫിക്സഡ് ആയിരിക്കും. AWS നമുക്ക് പറയാൻ പറ്റില്ല, യൂസേജിനനുസരിച്ച് കയറും. അപ്പോൾ പിന്നെ AWSൻ്റെ ലൈറ്റ് സെയിൽ ഉണ്ട്. ലൈറ്റ് സെയിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ലൈറ്റ് സെയിൽ AWS ഇതും കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഇതും ഫിക്സഡ് ആയിട്ടുള്ള ഇത് വരുന്നത്. അതായത് നിങ്ങൾക്ക് $4 $5 കൊടുത്തിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇവരെ ഇതുണ്ടായിരുന്നല്ലോ പ്രൈസിങ് കാണിക്കുന്നൊരു പേജ്, പ്രൈസിങ് പേജ്. AWS പ്രൈസിങ് അല്ലല്ലോ. ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് നോക്കട്ടെ, അത് കാണിച്ചിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടോ. ഇതുണ്ടല്ലോ ലൈറ്റ് സെയിൽ $5 പെർ മന്ത്, $7 പെർ മന്ത് എന്നുള്ള ഫിക്സഡ് ആയിട്ട്. AWSൽ വരുന്ന സമയത്ത് നമുക്ക് ഹവർലി ആണ് അവർ എന്താകുന്നത് ചാർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ലൈറ്റ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലൈറ്റ് സെയിൽ ഞാൻ ഇതുവരെ 4Gയിലേക്ക് കണക്ട് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ബെറ്റർ ഡിജിറ്റലോഷനാണ്. ഞാൻ ഒരു സജസ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റലോഷനാണ്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റലോഷനിലേക്ക് പോവുക, ആ ലെവലിലേക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ വിത്ത് ഡിജിറ്റലോഷൻ ക്ലിക്ക് ചെയ്യുക. നേരെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ നേരെ ഡിജിറ്റലോഷനിൽ പോയി ആക്സസും ഓതറൈസേഷനും കാര്യങ്ങളൊക്കെ വാങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ചോദിക്കുന്നുണ്ട് ലാറവൽ 4G റിക്വസ്റ്റിംഗ് പെർമിഷൻ ടു ആക്സസ് യുവർ അക്കൗണ്ട്. റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻസ് കൊടുക്കുക, ഓതറൈസ് കൊടുക്കുക. ഓതറൈസ് കൊടുത്തു കഴിഞ്ഞാൽ വി ആർ ഡിറ്റക്ട് ഇഷ്യൂ ടു ഡിജിറ്റൽ, പ്ലീസ് ചെക്ക് യുവർ ഡിജിറ്റലോഷൻ ഡാഷ്ബോർഡ് ടു കറക്റ്റ് ദ ഇഷ്യൂ ആൻഡ് ട്രൈ അഗൈൻ. ഓക്കെ, എന്താണത് നോക്കട്ടെ. ഡിജിറ്റലോഷനിൽ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചൊറ ഉണ്ടാവും, നോക്കി നോക്കാം. മിക്കവാറും പേയ്മെൻറ്റ് ആഡ് ചെയ്യാത്തതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിക്കവാറും. ക്രിയേറ്റ് ഡ്രോപ്ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പേയ്മെൻറ്റിലേക്ക് പോയിരിക്കും മിക്കവാറും. നമുക്ക് കാർഡ് ആക്ഷൻ നീഡഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ബില്ലിങ്ങിൻ്റെ അകത്ത് ഇവിടെ ആക്ഷൻ നീഡഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മിക്കവാറും നമുക്ക് ആ കാർഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ജസ്റ്റ് നിങ്ങളൊരു കാർഡ് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാർഡ് എടുക്കട്ടെ, ഏതെങ്കിലും ഒരു കാർഡ്, ഡെബിറ്റ് കാർഡാണോ ക്രെഡിറ്റ് കാർഡാണോ വാട്ടെവർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്രത്യേകിച്ച് പൈസയും പോകില്ല, ധൈര്യമായിട്ടിരുന്നോ, ഒരു പൈസയും പോകില്ല. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ $12 പോകും കേട്ടോ. അത് പ്രത്യേകം നോക്കണേ. അപ്പോൾ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്യാൻസൽ ചെയ്യാനുള്ള റിമൈൻഡർ റിപ്ലൈ സെറ്റ് ചെയ്ത് വെച്ചോ. 3634409 എക്സ്പയറി. ഓക്കെ, ജിഷാദ് പി. അഡ്രസ്സൊന്നും കൊടുക്കണ്ട, അഡ്രസ്സ് വേണോ? അഡ്രസ്സ് ഇപ്പം കൊടുക്കുക, സൈബർ പാർക്ക് തന്നെ ഇരിക്കട്ടെ. കഴിഞ്ഞു. സ്റ്റേറ്റ് കേരള. ക്രിയേറ്റ് കൊടുക്കുക. ആരോ കാർഡ് ആഡ് ചെയ്യട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പേയ്മെൻറ്റ് മെത്തേഡ് സക്സസ്ഫുള്ളി ആഡഡ് ആയിട്ടുണ്ട്.
നമുക്കൊന്നൊരു ഫോർജിൽ പോയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം പേജ്. ഡിസ്ക്ലോഷൻസ് ക്ലിക്ക് ചെയ്തു, ഡിസ്ക്ലോഷൻ സെലക്ട് ചെയ്യുക. അവർ ആക്സസ് ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കും, അത് ഓതറൈസ് കൊടുക്കുക. യു ഹാവ് റീച്ച് ദ മാക്സിമം നമ്പർ ഓഫ് സെർവർ പ്രൊവൈഡേഴ്സ് അലൗഡ് ത്രൂ ഓർഗനൈസേഷൻ, പ്ലീസ് റിമൂവ് സെർവർ പ്രൊവൈഡർ ബിഫോർ. ഓക്കെ, അതായത് ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തത് കളയണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് 2 തവണ നമ്മൾ ചെയ്തില്ലേ, അതുകൊണ്ടാണ്. നോക്കട്ടെ അതിൻ്റെ സെറ്റിങ്സ് എവിടെയുള്ള എന്നുള്ളത്. സെർവർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കാർഡ് ആഡ് ചെയ്തില്ല. ഓക്കെ, അതാണ്. അതായത് പുതിയ സെർവർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർജിൽ കാർഡ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് 7 ഡേ അല്ലല്ലേ, ഫ്രൈഡേ ആണ്. 5 ഡേ ട്രയൽസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് $19 ഒരു പ്ലാൻ്റെ ചൂസ് ചെയ്യാം. 5 ഡേ സ്റ്റാർട്ട് ട്രയൽ കൊടുക്കുക. ഇവിടെയും നമുക്ക് ആ കാർഡ് ആഡ് ചെയ്യേണ്ടി വരും അവർ. അപ്പോൾ ആ കാർഡൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പൈസ ഒന്നും പോവില്ല, ധൈര്യമായിട്ട് ആഡ് ചെയ്തോ, ഒരു പ്രശ്നവും വരില്ല. ഇൻ കേസ് പൈസ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല, പൈസ പോവില്ല, ഉറപ്പാണ്. ഞാൻ കുറേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നത്. അത് 5 ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താക്കുക, ഓക്കെ ഇത്രയും കൊടുത്തിട്ട് എഗ്രി കൊടുത്ത് ഇന്ത്യ സൈബർ പാർക്ക് ഇതൊക്കെ എന്ത് വേണം കൊടുത്താൽ അതില്ല. നിങ്ങൾ ബില്ല് വേണ്ട, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫിലിപ്പൈൻസോ കോഴിക്കോട് ഫിലിപ്പൈൻസിലുണ്ട് സൈബർ പാർക്ക് സ്റ്റാർട്ട്. ഒതൻറ്റിക്കേഷൻ ചോദിക്കുന്നതാണ്. ഒതൻറ്റിക്കേഷൻ ഒന്ന് എൻ്റർ ചെയ്യട്ടെ. 8996162 8996162. USD 0 കണ്ടല്ലേ, 0 ആയിരിക്കും ചാർജ് ചെയ്യുക. അത്യാവശ്യം ഒന്നും ചാർജ് ചെയ്യില്ല, ധൈര്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, സോ ഞാൻ ഇവിടെ തിരിച്ചു വന്നു. ഇപ്പോൾ എനിക്ക് ക്രിയേറ്റ് ന്യൂ സെർവറിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് ന്യൂ സെർവറിൻ്റെ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെറ്റിങ്സിൽ പോയിട്ട് അതൊന്ന് പ്രൊവൈഡർ ഒന്ന് ആഡ് ചെയ്യാം. മൈ അക്കൗണ്ട് എടുക്കാം. സെർവർ പ്രൊവൈഡറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്ലോഷൻ ഒന്നുകൂടി ലോഗിൻ കൊടുക്കുക. ഓതറൈസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നോക്കിയാൽ ഡിസ്ക്ലോഷൻ ഇവിടെ ആഡായി. നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആക്റ്റീവായിട്ടുള്ള ഇതിലേക്ക് ഇതിനെ ഡിസ്ക്ലോഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോർജ് നമ്മൾ ഗിറ്റ് ഹബ് ഓൾറെഡി കണക്റ്റായി. സോഴ്സ് കൺട്രോളറിൽ പോയി കഴിഞ്ഞാൽ ഇതല്ല, ഗിറ്റ് ഹബ് ഓൾറെഡി ഇവിടെ എൻ്റെ അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുന്നില്ല. ഇവിടെ അൺലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ട് വേറെ ഒരൊറ്റ ഗിറ്റ് ഹബ് അക്കൗണ്ടേ പറ്റുള്ളൂ കേട്ടോ. മൾട്ടിപ്പിൾ ഗിറ്റ് ഹബ് അക്കൗണ്ട് പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിറ്റ് ബക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബിറ്റ് ബക്കറ്റ് കണക്ട് ചെയ്യാം. ഗിറ്റ് ലാബ് വേണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ലാബ്, പിന്നെ നിങ്ങൾ സെൽഫ് ഹോസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻസ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗിറ്റ് ഹബ് കണക്ട് ചെയ്തു. അതേപോലെ നമ്മളുടെ ഡിസ്ക്ലോഷൻ്റെ സെർവർ കണക്ട് ചെയ്യാം. അപ്പോൾ AWS ആണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. AWSൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തെടുത്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ AWS ഇവിടെ ആഡ് ആയിക്കോളും. ഇനി അതല്ല അക്കമായി ആണോ വൾച്ചറാണോ അതാണോ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. നമ്മുടെ റെപ്പോസിറ്ററിയും നമ്മളുടെ സെർവർ പ്രൊവൈഡറും നമ്മൾ എന്താക്കി, സോഴ്സ് കൺട്രോളും സെർവർ പ്രൊവൈഡറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊജക്റ്റ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാന്നുള്ളതും പ്രൊജക്റ്റ് എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ ബൈ.